നാത്തൂൻ കഴിയുമോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ എൻ്റെ വീട്ടിലിട്ടൊന്ന് വിളിക്കുമായിരുന്നു നാത്തൂനെ. വീട്ടിൽ വിളിക്കുമായിരുന്നോ? പപ്പ എന്നെ വിളിക്കുമായിരുന്നു. എന്താ പറ്റി? പപ്പയ്ക്ക് എന്തെങ്കിലും പറ്റിയോ? പറ്റിയല്ല, ഞാൻ പപ്പയിട്ട് ആദ്യമായിട്ടാ മാറി നിൽക്കുന്നത്. എന്നിട്ട് വെച്ചോ? വെച്ചു. വെച്ചല്ലേ? കേട്ടോ. ഞാനേ നാത്തൂരെ കല്യാണത്തിന് മുന്നേ സംസാരിക്കാനേ പറ്റിയില്ല. എനിക്ക് ഇങ്ങോട്ട് വരാൻ എനിക്ക് സമയം കിട്ടിയില്ല. നാത്തൂര് സുഖമല്ലേ? സുഖമാണ്. ആണല്ലേ? അല്ല, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് എത്ര പവൻ കിട്ടി? എനിക്ക് സ്വർണ്ണത്തിനോടൊന്നും വലിയ താല്പര്യമില്ല നാത്തൂനെ, അതുകൊണ്ട് ഞാൻ അധികം ഒന്നും വാങ്ങിയിട്ടില്ല. അല്ല, അപ്പൊ കല്ലുകളൊക്കെ കുറെ കിടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അത് കുറച്ചല്ലേ ഉള്ളൂ. എന്താ എൻ്റെ ഊരി വെച്ചത്? എനിക്കിങ്ങനെ ഒത്തിരി സ്വർണ്ണം ഇട്ടുകൊണ്ട് നടക്കുന്നത് ഇഷ്ടമില്ല. എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്. വേണ്ടെന്ന് എനിക്ക് തോന്നിക്ക് കേട്ടോളാം. അല്ല, നാത്തൂന് എത്ര സ്വർണ്ണം ഉണ്ടായിരുന്നു? എനിക്ക് കിട്ടിയ സുഹൃത്തുക്കളൊക്കെ പറയാതിരിക്കുന്നവർ കൂട്ടിപ്പോ. എനിക്കൊരു 10-150 പവനുണ്ടായിരുന്നു. 150 പവനോ? എന്നിട്ടൊന്നും ഇപ്പൊ കാണാനില്ലല്ലോ. ഞാനും ഇടത്തില്ല, പക്ഷെ എനിക്ക് വല്ലപ്പോഴൊക്കെ ഫംഗ്ഷനൊക്കെ ഇടാറുള്ളൂ. ഇടണം നാത്തൂനെ, ഇടയ്ക്കൊക്കെ ഇടണം. കൈയൊക്കെ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇട്ടുകൊണ്ട് നടക്കാൻ ഇടണം നാത്തൂനെ. ഇനി ആട്ടില്ല. അത് പറഞ്ഞപ്പോഴാ നാട്ടിൽ ബ്യൂട്ടി പാർലറിലൊക്കെ പോവാറില്ലേ? ഞാൻ അങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോകാറില്ല, വല്ലപ്പോഴൊക്കെ പോയാലേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് ഒരു സിനിമ എങ്കിലും കാണാൻ പോവാറില്ലേ? വല്ലപ്പോഴും ഒക്കെ കാണാറുള്ളൂ. കാണാറില്ലേ? എവിടെ പോയാലും എന്നെ വിളിച്ചോണ്ട് വേണം പോവാൻ. എങ്ങോട്ട് പോകണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ കൂടെ തന്നെ കാണും കേട്ടോ. വെറുതെ ഇങ്ങനെ അവരെയൊക്കെ ഹസ്ബൻഡിനെയും അമ്മായിനെയൊക്കെ ബുദ്ധിമുട്ടിപ്പിക്കണം ഞാനില്ലേ. അല്ല, നാത്തൂന് ഇവിടെ ജോലിയൊന്നുമില്ല വീട്ടില്? ഇല്ല. അല്ല, ഉണ്ട്. പിന്നെ എനിക്ക് ഇവിടെ അവിടെ എല്ലാം കൂടെ വരണമല്ലോ, എൻ്റെ കടമയായി പോയില്ലേ. നാത്തൂനും എങ്ങനെയായിരുന്നോ? പിന്നെ എന്നോട് എന്ത് സ്നേഹമായിരുന്നു എന്നറിയോ? ശരി, ആദ്യ രാത്രിയിലും നിങ്ങളുടെ കൂടെ തന്നെയായിരുന്നോ നാത്തൂന്? അങ്ങനൊന്നുമില്ല. പിന്നെ വിളിക്കുന്നുണ്ടെന്തോ, ഞാൻ പോയിട്ട് വരാം. ഹസ്ബൻഡാണോ നാത്തൂന്? അല്ല,